ഹായ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരു തോട്ടം, അതിൻ്റെ തോട്ടത്തിൻ്റെ ആളുമുണ്ട്. അപ്പോൾ നമ്മൾ ആളെ പരിചയപ്പെട്ട് തോട്ടത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിൽക്കുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ നാരകത്തിൻ്റെ ഒരു തോട്ടമാണ്. ഒരുപാട് നാരങ്ങയൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന നല്ലൊരു മനോഹരമായ നാരകത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ആളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. കമ്പ് വെച്ചെടുക്കും. അപ്പൊ ഇത് എവ്വളോ 50 രൂപ കൂടുമോ? 1 കിലോയ്ക്ക് 50 രൂപ. 1 കിലോ 50 രൂപയ്ക്ക് പോകും. പിന്നെ അപ്പച്ചൻ്റെ തോട്ടത്തിൽ ഭയങ്കര വലിയ തോട്ടമാണ് കേട്ടോ. പെരുസായിരിക്കും തോട്ടം വന്ന് കൊഞ്ചം പെരുസായിരിക്കില്ലേ. അപ്പോൾ വലിയ തോട്ടമാണ്. വലിയ തോട്ടത്തിൽ കായ ഇഷ്ടംപോലെ പച്ചക്കായ ആയിട്ടുണ്ട്. ഇടുങ്ങിയിരിക്കായ ശരി ശരി ശരി. ഇതുവരെ എടുക്കല്ലേ? 5 വർഷം ആകുതാ. ശരി ശരി, 5 വർഷമായിട്ടുണ്ട് ഇത് വെച്ചിട്ട്. എത്ര മൂട് ഇருக்கு? 60 മൂട് இருக்கா? உங்க பேர் என்ன? ഭഗവതി. എവ്വളോ വയസ്സായിരിക്കും നിങ്ങൾക്ക്? 62 വയസ്സായിരിക്കാ. 62 വയസ്സായതിൻ്റെ ഒന്നും കാണാനില്ല കേട്ടോ. അതിലും വളരെ ചെറുപ്പമാണ്. യങ്ങായിരിക്കും നിങ്ങൾ. കൊഞ്ചം വയസ്സ് കമ്മിയാ തോന്നുന്നത്. ஆமா ஆமா, 62 ஒன்றும் தெரியல. சரி, 60 மூடு வச்சிருக்கு. மாசத்துக்கு எவ்வளோ கிடைக்கும் உங்களுக்கு? இது வந்து 7 வருஷத்துக்கு அப்புறம் தான் நல்லா காய்ப்பு வரும். இப்போ 7 கிலோ 20 கிலோ இல்லை 10 கிலோ இவ்வளோ தான் வந்துட்டு இருக்கு. 100 கிலோ அப்படி வரும்போது 7 வருஷத்துக்கு அப்புறம் தான். 7 வருஷம் ஆகும். ஆமாம், 7 வருஷம் வந்தால் தான் காய்ப்பு நல்லா കായ്ക്കും. ധാരാളം നാരങ്ങ ഉള്ള ഒരു തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ 7 വർഷമായിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയൻകുടിയിൽ വലിയ ലെമൺ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഈ നാരങ്ങ മുഴുവൻ പോകുന്നത്. അപ്പോൾ 10 ദിവസം ആകുമ്പോഴത്തേക്കിനും ഇത് നല്ല മഞ്ഞ കളറാകും, നല്ല വിളയും. അത് കഴിഞ്ഞാണ് ഇത് പറിച്ച് ഇവർ വിൽക്കുന്നത്. അപ്പം കിലോ നല്ല റേറ്റിന് പോകുന്നുണ്ട്, നല്ല പൈസയ്ക്ക് നാരങ്ങ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുന്ന് എടുത്ത് കൊടുത്തു വിടുന്നത്. അപ്പം എല്ലാ മൂടും 60 മൂടുണ്ടെന്നാണ് പറയുന്നത്. 60 മൂടും നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇവർ തോട്ടമൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാരകത്തേൽ ധാരാളം നാരങ്ങ ഉണ്ട്. ഒരു 100 നാരങ്ങയ്ക്ക് മേളിൽ നാരങ്ങ ഉണ്ട്, ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ തോട്ടത്തിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്, ഇടവിളയായിട്ട് ചെറിയൊരു തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. ചെറുതേൻ്റെ പെട്ടിയാണ്, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. ഇത് ഒരെണ്ണമേ ഞാൻ ഇതുവരെ കണ്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കാണുമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ പോകുന്ന വഴിയിൽ ഈ ഇടയ്ക്കായിട്ട് കണ്ടതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ തന്നെ തേനീച്ചപ്പെട്ടികൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടവിളകളായിട്ട് വെച്ചിട്ടുണ്ട്. തേൻ കുടിക്കാൻ വരുന്ന തേനീച്ച, അതായത് തൊട്ടടുത്ത് തന്നെ മുല്ലപ്പൂവിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒരു പ്രാക്ടിക്കലായിട്ട് പുള്ളി വെച്ചേക്കുന്നതാണ്. അപ്പോൾ തേനീച്ച കൂടും കൂടെ ഈ തോട്ടത്തിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ നാരങ്ങ തോട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മുല്ല കൃഷിയും കൂടെ ഉണ്ട്. അതായത് നല്ല ഒരു കോമ്പൗണ്ട് നിറച്ച് മുല്ല കൃഷിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. മുല്ല ആയിട്ടില്ല, മുല്ലപ്പൂ ആയിട്ട് ആകുന്നതേ ഉള്ളൂ. കുറച്ച് നാൾ വരുമ്പോഴത്തേന് ഈ മൂടുകളൊക്കെ പിടിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 30 മൂടിന് മേളിലുണ്ട് മുല്ലക്കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഒരു സാധനം മാത്രമായിട്ട് അങ്ങനെ കൃഷി ചെയ്യത്തില്ല, പല കാര്യങ്ങൾ ചേർത്താണ്. അതുപോലെ വാഴയെ നിൽപ്പുണ്ട്, വാഴക്കൊലയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പല കൃഷികൾ ചേർന്നാണ് ഒരു കൃഷിത്തോട്ടം ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഴത്തോട്ടം കൂടെ ഈ കൃഷിത്തോട്ടത്തിലുണ്ട്. 2 സൈഡിലായിട്ട് ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു വഴിയാണ് വെളിയിലോട്ട് പോകാനുള്ളത്, തോട്ടത്തിന് വെളിയിലോട്ട് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലുമായിട്ട് വാഴത്തോട്ടം കൂടെ വെച്ചിട്ടുണ്ട്. വാഴയ്ക്ക ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വേറൊരു സാധനം കൂടെ നിങ്ങളെ കാണിക്കാം. വലിയൊരു കിണറുണ്ട്. കിണറ്റിൽ നിന്ന് ഇത് കണ്ടോ, മോട്ടർ ഇട്ടേക്കാണ്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മോട്ടർ ഓൺ ചെയ്തേക്കുവാണ്. വലിയ കിണറാണ്. തണ്ണി ഇതുക്കുള്ളത്
ആ ശരി. അപ്പോൾ ബോറുണ്ട്. ബോറിൽ നിന്ന് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഇതിനകത്തോട്ട് വരും. ഇതിൽ നിന്ന് എടുത്ത് കൃഷിക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളം വരവുള്ള ഏരിയയാണ്. പടവുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തൂടെ ഇറങ്ങി പോകാനുള്ളത്. വേണമെങ്കിൽ ഇതിൽ നീച്ചലടിക്കാന്ന് പറയും, നീന്താനൊക്കെ പറ്റും. സാധാരണ ഇതിനകത്ത് ഇതുപോലുള്ള കൃഷിത്തോട്ടങ്ങളിലുള്ള കിണറുകളിലൊക്കെ ഇവർ കർഷകർ തന്നെ നീന്തി കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വേറൊരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് വേറൊരു സ്ഥലത്തു നിന്ന് വെള്ളം വന്നിട്ട് കിണറ്റിലോട്ട് വെള്ളം വരുന്ന ഒരു സംഭവം. അതിപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കണ്ടത്. നല്ല രസമുണ്ട്. ബോർവെല്ലാണ്. അവിടെ നിന്ന് വെള്ളം നേരെ ഈ കിണറ്റിലോട്ട് വന്നിട്ട് അതായത് വൈകുന്നേരമൊക്കെ ഇത് ഓൺ ചെയ്തിട്ടേക്ക് പോകും മോട്ടർ. അപ്പോൾ ഇതുപോലെ വെള്ളം വരും. ചെറിയൊരു മോട്ടർ വരെയൊക്കെ ഉണ്ട്.